നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയോധ്യ അമ്പലത്തിലേക്കുള്ള പ്രവേശന ദ്വാരമാണ്. ഞാൻ പോയപ്പോൾ എടുത്ത വീഡിയോയാണിത്. നല്ല തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ പ്രവേശന ദ്വാരമാണ്. അങ്ങനെ നമ്മൾ പ്രവേശന ദ്വാരത്തിൽ അകത്തേക്ക് കയറിയിട്ടുണ്ട്. കയറാൻ പോവാണ്. ഇവിടെയാണ് എൻട്രി. ഇവിടുന്നകത്ത് വരെ മൊബൈലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ മെയിൻ ദർശനം മുമ്പ് നമ്മൾ മൊബൈലൊക്കെ ഇവിടെ ലോക്കറിനകത്ത് വെച്ചെങ്കിൽ നമുക്കകത്ത് കയറാൻ പറ്റുള്ളൂ. മൊബൈൽ അവിടെ അലൗഡല്ല. പക്ഷേ പലരും അവിടെ മൊബൈലുമായിട്ട് നിൽക്കുന്നതാണ്. സാധാരണക്കാർക്ക് അലൗഡല്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെ ദർശനത്തിന് പോവാണ്. ഇതെൻ്റെ 3ാമത്തെ ദിവസത്തെ ദർശനമാണ്. ഞാൻ 3 ദിവസം ഇവിടെ തങ്ങിയിരുന്നു. അമ്പലത്തിൽ ആവശ്യം പോലെ കുരങ്ങുകളെ കാണാൻ പറ്റും. ഞാൻ പോകുമ്പോൾ പണികൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. ഇവിടുത്തെ ഒരു ബിൽഡിംഗ് സമുച്ചയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ക്ലോക്ക് റൂമും. നമുക്ക് ചെരുപ്പ്, മൊബൈല്, ബാഗുകൾ എല്ലാം ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. പൈസയൊന്നും കൊടുക്കണ്ട. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടോക്കൺ തരും. തിരിച്ച് കൊടുക്കുന്ന സ്ഥലത്തല്ല കിട്ടുന്നത്, അതിന് ഓപ്പോസിറ്റ് സ്ഥലത്താണ് കിട്ടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടോക്കൺ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ സാധനം കിട്ടും. അതുകൂടാതെ പോകുന്നവർക്ക് എല്ലാവർക്കും എനിക്ക് 2 പാക്കറ്റ് പ്രസാദം കിട്ടിയിരുന്നു. 2 പാക്കറ്റ് പ്രസാദം അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ തരുന്നുണ്ടായിരുന്നു. നമുക്കിവിടേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള സംവിധമുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഡെപ്പോസിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ മൊബൈൽ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. കാര്യം വെച്ചാൽ ക്യാമറ കൊണ്ടുവന്നാലും കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മൊബൈൽ മാത്രമായിട്ടാണ് വന്നത്. അങ്ങനെ ദർശനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. മെയിൻ ഗേറ്റിൽ നിന്നും കുറച്ച് നടന്നു പോകാനായിട്ടുണ്ട്. കുറേ നടന്നു കഴിഞ്ഞിട്ടാണ് അമ്പലം. നല്ല ഏരിയ ഉണ്ട്. ഞാൻ പോയപ്പം തിരക്ക് വളരെ കുറവായിരുന്നു പൊതുവെ അപേക്ഷിച്ചിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് തൊഴുതിറങ്ങാനുള്ള സംവിധാനമുണ്ട്. കാര്യം വെച്ചാൽ 4 ലൈനിൽ നമുക്ക് നിന്ന് കയറാൻ പറ്റും. തൊഴാനും നല്ല സംവിധാനം ഉണ്ടായിരുന്നു. മറ്റുള്ള അമ്പലങ്ങളിലെ പോലെയല്ല, നമുക്ക് എവിടെ നിന്നാലും മൂർത്തി കാണാൻ പറ്റും, നിന്ന് തൊഴാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞാൻ 3 ദിവസം രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പോയി തൊഴുതിരുന്നു. എന്തായാലും നല്ലൊരു ദർശനമായിരുന്നു. അതുകൂടാതെ അയോധ്യയിൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്, ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഹനുമാൻ ഘാട്ട്. ഹനുമാൻ ഘാട്ടിൽ ഹനുമാൻ ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലം, ഭയങ്കര ഫേമസ് സ്ഥലമാണ്. അയോധ്യയിൽ പോകുന്നവരെല്ലാം ഹനുമാൻ ഘട്ടിലും പോയി ദർശനം നടത്തിയിട്ടേ പോകത്തുള്ളൂ. ഞാനും ഹനുമാൻ ഘട്ടിൽ പോയി. പക്ഷേ ഹനുമാൻ ഘട്ടിൽ നമുക്ക് ഭയങ്കര തിരക്ക് അനുഭവപ്പെട്ടു. അവിടെ ഭയങ്കര ഇടിയാണ്. അവിടെ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ശരിയല്ല. ഹനുമാൻ ഘട്ടിലെ ദർശനം ഭയങ്കര മോശമായിരുന്നു. തിരഞ്ഞാൽ അതുപോലെ ഇടിയായിരുന്നു. ഇവിടെ പിന്നെ ശ്രീരാമൻ്റെ മെയിൻ അമ്പലത്തിലൊരു നല്ല അറേഞ്ച്മെൻ്റാണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തൊഴാൻ പറ്റും. ഭയങ്കര അറേഞ്ച്മെൻ്റാണ്. എല്ലായിടത്തും കുടിവെള്ളമുണ്ട്, ടോയ്ലറ്റുണ്ട്, എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്.